എടാ, നീ ഇപ്പോഴത്തെ ബിസിനസ്സുകാരെ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു 10-25 വയസ്സിന് ശേഷമുള്ളവർ അവരിപ്പം ലൈഫിൽ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫാമിലി ആയിട്ട് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാത്തതാണ്. കാരണം അവര് ജോലിക്ക് പിറകെ ഇല്ലെങ്കിൽ പണത്തിന് പിറകെ പോയി അവർക്ക് വളരെയധികം ഒരുപാട് സമയം അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അവർക്ക് ഫാമിലി എന്നുള്ള ഒരു കാര്യം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പോലും വരുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ശരിക്കും അവരെ പേഴ്സണലി മെന്റലി ഒക്കെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ അവർ മാക്സിമം ജോലിയോടും ബിസിനസ്സിനോടും മാത്രമാണ് കമ്മിറ്റഡ് ആയിട്ടുള്ളത്. അവർക്കൊരു ഫാമിലി ഉണ്ടെന്നുള്ള ഒരു ചിന്ത പോലും ഇല്ല. അപ്പോ ഈ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മെന്റലി അഫക്ട് ചെയ്യും. വീട്ടിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളെ ആ ജോലിയിൽ അത് അഫക്ട് ചെയ്യും. നമുക്ക് അപ്പം ഒരിക്കലും നമ്മുടെ ബിസിനസ്സിലും വിജയിക്കാൻ പറ്റത്തില്ല, ലൈഫിലും വിജയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു ഫാമിലി എന്നുള്ളത് ഒരു ജസ്റ്റ് ഓപ്ഷൻ ആക്കാതെ അതൊരു പ്രയോറിറ്റി ആക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഫാമിലി ആയിട്ട് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യുക. കാരണം ഈ ലൈഫിന്റെ ഒരു ലാസ്റ്റ് സ്റ്റേജിലൊക്കെ എത്തുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ റിഗ്രറ്റ് ചെയ്യുന്നത് അതായിരിക്കും. ഫാമിലി ആയിട്ടൊരു നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന് ഓർത്തായിരിക്കും റിഗ്രറ്റ് ചെയ്യുന്നത് തന്നെ. ഇപ്പൊ നമ്മുടെ കാര്യം തന്നെ നോക്കുക. നമ്മളിപ്പം ട്രേഡേഴ്സ് ആണ്. ട്രേഡേഴ്സ് ആകുമ്പോഴത്തേക്ക് ട്രേഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, അതായത് ഈ സ്ട്രാറ്റജി, റിസ്ക് മാനേജ്മെന്റ്, ഇതൊക്കെ ഓക്കെ ആവശ്യമുണ്ട്. പക്ഷെ ഇതിനെല്ലാം മുകളിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ് സൈക്കോളജി. സൈക്കോളജി ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു ട്രേഡർ ആവാൻ പറ്റത്തില്ല. ഈ സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ഡെയിലി ലൈഫിനെ ഒരുപാട് അഫക്ട് ചെയ്യുന്നതാണ്. വീട്ടില് അല്ലെങ്കിൽ മറ്റിടത്ത്